വോട്ട് അട്ടിമറി പ്രധാന വിഷയമായി ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന റാലി ഡൽഹി രാംലീല മൈതാനിയിൽ ആരംഭിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നേതൃത്വം നൽകും. സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ആവശ്യപ്പെട്ട 5.5 കോടി ആളുകളുടെ ഒപ്പ് കോൺഗ്രസ് സമാഹരിച്ചിരുന്നു. ഈ പ്രതിഷേധ ഒപ്പുകൾ രാഷ്ട്രപതിക്ക് നേരിട്ട് നൽകാനുള്ള സമയം കോൺഗ്രസ് ചോദിക്കും. ഡൽഹി രാംലീല മൈതാനിയിലാണ് കോൺഗ്രസിന്റെ പടുകൂറ്റൻ റാലി നടക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ഇപ്പോൾ PR അരവിന്ദും വിവരങ്ങൾ നൽകാനായി ആ സ്ഥലത്ത് തന്നെയുണ്ട്. അരവിന്ദ്, റാലി ആരംഭിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. അജി, വോട്ടുകൊള്ളക്കെതിരായ കോൺഗ്രസിന്റെ മഹാറാലി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹി രാംലീല മൈതാനത്താണ് റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് ഈ റാലി പുരോഗമിക്കുന്നത്. വിവിധ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കർണാടകയിലാണ് ആദ്യം വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. കൃത്യമായ തെളിവുകളടക്കം നിരത്തിയെങ്കിലും ആ വിഷയങ്ങളിലൊന്നും ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായതില്ല. ഇതിന് പിന്നാലെ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതേസമയം പിന്നീടാണ് ഹരിയാനയിലടക്കം വിവിധ ഇടങ്ങളിൽ നടന്ന വോട്ടുകൊള്ള ആരോപണങ്ങളിലെ തെളിവ് രാഹുൽ പുറത്തുവിട്ടത്. പക്ഷേ എത്രത്തോളം തെളിവുകൾ പുറത്തുവിട്ടാലും ഇതിലൊന്നും ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ ഇന്ന് ഈ മഹാറാലി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും അത് നടത്തുവരികയും ചെയ്തത്. 10,000ങ്ങളാണ് ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി റാലിയുടെ ഭാഗമാകും. വരും മാസങ്ങളിലും അതുപോലെ തന്നെ വരും ദിവസങ്ങളടക്കം വിവിധ പ്രതിഷേധ പരിപാടികൾ ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യും. തുടർ പ്രതിഷേധ പരിപാടികൾക്കും കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപനം നടത്തും. കാരണം പാർലമെന്റിലടക്കം ഈ വിഷയം കൃത്യമായി ഉയർത്തിയിട്ടും പ്രതിപക്ഷങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. വോട്ട് കൊള്ളയ്ക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം BJP തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനെ ശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് തന്നെ കോൺഗ്രസ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ സഖ്യ നേതാക്കൾ എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അജി, ഒപ്പം തന്നെ PR അരവിന്ദ്, ഈ രാഹുൽ ഗാന്ധി ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പൊതുവേദിയിലേക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ യോഗം കൂടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണ് അത്രയും കൂടിയിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിക്കാട്ടുക ഈ ഒരു മഹാറാലിയെ? അജി, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരവരുടെ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഏകദേശം 5 കോടിയിലധികം ഒപ്പുകളാണ് കോൺഗ്രസ് ശേഖരിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ റാലിക്ക് പിന്നാലെ രാഷ്ട്രപതിക്ക് ഈ ഒപ്പുകൾ കോൺഗ്രസ് കൈമാറും. ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വോട്ടുകൊള്ള അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. കാരണം അനധികൃതമായ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ ഒഴിവാക്കുന്നു. കാരണം ബീഹാറിലടക്കം ഏകദേശം 65 ലക്ഷം പേരെയാണ് SIR എന്ന പേരിൽ ഒഴിവാക്കിയത്. അതിൽ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുണ്ട്. പക്ഷേ അപ്പോൾ കൃത്യമായ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും വേദിയിലേക്ക് എത്തുകയാണ്. എന്തായാലും കോൺഗ്രസിന്റെ ഈ വോട്ട് കൊള്ളയ്ക്കെതിരായ മഹാറാലിക്ക് ഡൽഹിയിൽ തുടക്കമായിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമെന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അജി, വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് വോട്ട് ചോരിയിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. അതിന് മുന്നോടിയായാണ് ഡൽഹിയിൽ ഇപ്പോൾ മഹാറാലി നടത്തുന്നത്. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളും ആ യോഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.